അപ്പം റിഹേഴ്സലിങ്ങനെ തുടരെ കണ്ടു നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഒരു ഷോ ഡയറക്ടറും കൂടെയാണ്, ബാബുച്ചേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഗംഭീര റിഹേഴ്സൽ നടക്കുന്നു. ഇനി ദിവസങ്ങളില്ല, മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഇപ്പോഴത്തെ ലാസ്റ്റ് അവസ്ഥകൾ പറയും? അല്ല, ഒരു നമ്മൾ പറയില്ല, പൂരത്തിൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ദോഹക്കാരോട് പറഞ്ഞ വാക്ക് പാലിക്കും. നല്ലൊരു ഷോയ്ക്കുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അത് വൃത്തിയായിട്ടുള്ളൊരു ഷോ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു ഷോ ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അവരുടേതായ ഒരു എല്ലാത്തിലൊരു എന്താ പറയുക, നമ്മൾ നല്ല മനുഷ്യനും ഇത്തിരി അലമ്പും എന്ന് പറയുന്ന പോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്യുമ്പോൾ ആ ചിട്ടയോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ അംഗീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രമം പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു ഷോ പോലെ നമുക്ക് എവിടെയും എന്തും ചേർക്കാൻ പറ്റില്ല. കൃത്യമായ ഒരു സ്ക്രിപ്റ്റിലേ നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ വ്യക്തിപരമായി ചെയ്യുന്ന ഷോയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഡിസൈൻ ചെയ്യാം. പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യതയോടുകൂടിയ തന്നെയാണ് നമ്മൾ ഇത്തവണയും ഷോ ചെയ്യുന്നത്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. കുറേ പേരൊക്കെ അവിടെ വരുന്നവരുണ്ട്, ഇവിടെ വന്നും പൂർണ്ണമായിട്ട് പഠിച്ചു പോയവരുണ്ട്. എന്തായാലും നമ്മൾ 6, 7 തീയതികളിലൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ റിഹേഴ്സൽ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് സ്റ്റേജ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഒരുപാട് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട് അല്ലേ? അതെ. ചില സാങ്കേതിക തടസ്സങ്ങളാൽ വരാൻ പറ്റാത്ത, അതെ, ഷൂട്ടിങ് തടസ്സം എന്ന് പറയാൻ പറ്റില്ല. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് വരാത്തവരാണ് കൂടുതലും. അല്ലാത്തവരൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ ചിലർ വിദേശത്തുണ്ട്. അങ്ങനെ 1-2 പേർക്ക്. എനിക്ക് തോന്നുന്നു ബാബുച്ചേട്ടൻ ഒത്തിരി ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് വീണ്ടും ഇതിലേക്ക് മാത്രം ഇങ്ങനെ ഒരു ഭയങ്കര അല്ല, ഇതിൻ്റെ ഒരു ത്രില്ല് ഭയങ്കരമാണ്. ഞാനിപ്പോൾ ഏറ്റവും ഒരു പക്ഷേ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുന്നേക്കാൾ ത്രില്ല് കിട്ടുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഷോയാണ്. പിന്നെ അത് എല്ലാവർക്കും പുറത്തു നിന്ന് കാണുമ്പോൾ തോന്നും വളരെ എളുപ്പമാണ്. ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി സ്ട്രെയിനാണ് ഒരു ഷോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ക്രൈസിസ് മാനേജ്മെൻറ്റും കൂടി ഉണ്ട്. പെട്ടെന്നൊരാൾ വരില്ല, അല്ലെങ്കിൽ ആൾക്ക് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുതിയൊരാളെ കണ്ടെത്താൻ നമ്മുടെ ചിന്തകൾ പോകണം. അത് കറക്റ്റായിരിക്കണം. അയാളെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിവ് വേണം. അതെല്ലാം ഇതിൻ്റെ ഒരു പറയപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഷോ. പിന്നെ ഷോൻ്റെ റിസൾട്ട് പെട്ടെന്നാണ്. അത് ചില കാര്യങ്ങൾ നമുക്കിത് ഭയങ്കര എൻജോയ്മെൻറ്റ്, ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. പക്ഷേ എങ്കിലും ഭയങ്കര ത്രില്ലാണ്. പിന്നെ ഒരുപാട് ടെക്നീഷ്യൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ്, സൗണ്ട്, അങ്ങനെ ഇതൊക്കെ മേഖലകളിൽ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു പടം ചെയ്യുന്ന സുഖമുണ്ട് ഷോ ചെയ്യുന്നതിൽ. ഒരു യുദ്ധം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ ഷോയും ഒരു വെല്ലുവിളിയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത ഷോന് വേറെ പ്രശ്നങ്ങളായിരിക്കും. കഴിഞ്ഞ ഷോൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെച്ച് എല്ലാം റെഡി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാലും അപ്പോൾ ഒരു പ്രശ്നം. അത് ഇതിൻ്റെ കൂടെയുള്ളതാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഫെഡപ്പ് ആവാതെ അതിനെ തരണം ചെയ്യാനുള്ളൊരു മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഷോൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ രഞ്ജിത്തായാലും ഞാനായാലും നാദിഷയായാലും നമ്മളെ ഷോകളിൽ ഞങ്ങൾ ഇതിനു മുമ്പും പല പേരുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ ഷോകളിൽ രഞ്ജിത്ത് കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ മാറി എല്ലാ ഷോയിലും സഹകരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഷോ രംഗത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ആരായിട്ടും വഴക്കൂടാറില്ല. കാരണം എന്താ പറയുക, ഇയാൾ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് വരും. അത് ഇതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സൗഹൃദമായിരിക്കും. അതിൽ ഓരോരുത്തർക്കും വ്യക്തമായ റോളുണ്ട് എന്നുള്ളതാണ്. സിനിമ പോലെ തന്നെ ഷോയിൽ ചെയ്യുന്ന കൃത്യസമയത്ത് ഇപ്പോൾ സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന് വയ്ക്കുന്ന ആൾ പ്രോപ്പർട്ടി കൊണ്ടുവച്ചിൽ ചീറ്റി പോവും. കാരണം രണ്ടാമത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും അവരവരുടെ റോൾ കൃത്യമായാൽ ഷോ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ സംഭവം. ഈ ഷോകളൊക്കെ കൂടുതൽ നിന്നു പോകുന്ന ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ അതൊക്കെ അല്ല, ഇപ്പം ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം കോപ്പിറൈറ്റ് തന്നെയാണ്. കാരണം പാട്ടുകൾ എടുക്കാൻ പറ്റില്ല, പാട്ടുകളുടെ റൈറ്റ്സ്. അതിപ്പോൾ ഏകദേശം 4 റൈറ്റ്സ് ഒരുമിച്ച് വേണം. നമ്മൾ ഷോ ചെയ്യാനുള്ള റൈറ്റ്സ്, ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ്, വേൾഡ് റൈറ്റ്സ്, ഡിജിറ്റൽ റൈറ്റ്സ്. ഇങ്ങനെ 4 റൈറ്റ്സും കൂടി ഒരു പാട്ടിന് ഉണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടൻറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് നമ്മൾ ചാനലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാനലുകൾ, പ്രത്യേകിച്ച് മ്യൂസിക് ഷോ ചെയ്യുന്ന ചാനലുകൾ ഒരുപാട് പാട്ടുകളുടെ റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ പാട്ടുകൾ എടുത്താൽ, അല്ലെങ്കിൽ വലിയ ലക്ഷങ്ങളാണ് ഇതിന് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ഹയാത്തിൽ താമസിച്ചു എന്ന് പറയുന്ന പോലെയാണ്. അത് സിനിമയിൽ കാണില്ല, അത് കാണാപ്പുറത്ത് കാണുന്നതാണ്. അതേസമയം നമുക്ക് അത്രയും രൂപ നമ്മുടെ കണ്ടൻറ്റിന് ചിലവാക്കാൻ പറ്റി കഴിഞ്ഞാൽ കണ്ടൻറ്റ് നന്നാവും.
പക്ഷേ ഈ കോപ്പി റൈറ്റ്സ് ഞാൻ എന്തോ നമുക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞൊരു ദുരന്തമായി പോയി. ഷോകൾ നിന്ന് പോകുന്നതിൻ്റെ പ്രധാന കാരണം കോപ്പി റൈറ്റ്സ് തന്നെയാണ്, ഒരു സംശയമില്ല. ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് അതിൽ ക്ലാരിറ്റി ഇല്ല. ഇവർ ലക്ഷങ്ങളോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് 1000 മാറും, ചിലപ്പോൾ 100കളോ. അപ്പോൾ ഇത് അപ്പുറത്ത് കൊടുക്കുന്നുണ്ടോ, ഇതിൻ്റെ ഒരു വ്യക്തമായൊരു രേഖകൾ നമ്മളെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു കൃത്യമായ രേഖകളും കാര്യങ്ങളും വരണം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മളിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരേണ്ട ഒരു കാലം കഴിഞ്ഞു. അല്ലാണ്ട് ആരോ ഒരാൾ വന്നിട്ട് കോപ്പി റൈറ്റ്സ് എടുക്കുന്നു എന്ന് പറയുന്ന സംവിധാനത്തിനോട് മാറണം. PPR ലൈസൻസ് ഒക്കെ ഇത് അങ്ങനെയുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഷോൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അത് ഒരു ചൂഷണം തന്നെയാണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ. ആ ചൂഷണങ്ങൾ മാറി ഇത് വ്യക്തത വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഷോനിപ്പോൾ ഷോ ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ട്. ഏതൊക്കെ പാട്ടിന് റൈറ്റ്സ് ഉണ്ട് അത് വെച്ച് ചെയ്യാൻ പറ്റുമോ, ഇത് അന്വേഷണമാണ് ഒരു ഷോൻ്റെ പകുതി സമയം പോകുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഷോ എന്ന് പറഞ്ഞാൽ 2-3 മാസം ഈ കോപ്പി റൈറ്റ്സ് പല നടക്കലാണ്. മറ്റേ ഇവർക്കുണ്ടോ, ആ കമ്പനിക്കുണ്ടോ, ഈ കമ്പനിക്കുണ്ടോ, തമിഴിലെ പാട്ടിനുണ്ടോ, അത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഇനി റൈറ്റ്സ് എടുക്കാമെന്ന് വെച്ചാൽ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങനെ ഇല്ലായിരിക്കില്ല. അങ്ങനെ പറയും ഞാൻ 2013 വേറെ ആൾക്ക് കൊടുത്തു, അയാളെ അന്വേഷിച്ച് പോകുമ്പോൾ അയാൾ പറയും ഞാൻ ഇങ്ങനെ നമ്മൾ തെണ്ടിപ്പോകും. അതാ ഒരു അവസ്ഥയാണ്. അതൊന്ന് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് തന്നെ ഇവിടെ വെല്ലുവിളിയെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മളെടുത്തപ്പോൾ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത. അതെ, ഇപ്പം യൂട്യൂബിൽ നമുക്കൊരു പാട്ടിടാൻ പറ്റില്ല, അത് സ്ക്രാച്ചായി പോകും. അപ്പോൾ അത് സ്ട്രൈക്ക് വരുമല്ലോ. സ്ട്രൈക്ക് വരുമല്ലോ, അത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൈവേർട്ട് ചെയ്യണം. പക്ഷേ റൈറ്റ്സ് ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. ഇത് ചിലതൊക്കെ ഞാൻ ഒരു ഷോന് ഹരിശാന്തിനായിരുന്നു ഏറ്റവും നല്ല സംഗീത പിന്നണി ഗായകന്. ഹരിശാന്ത് പാടിയ ആ പാട്ട് ഹരിശാന്തിന് സ്റ്റേജിൽ പാടാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ റൈറ്റ്സ് ഉള്ളവരെ കാല് പിടിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫുൾ പാട്ട് പാടില്ല. ഹരിശാന്ത് ആ പാട്ട് ഇന്ന അവാർഡ് കൊടുക്കുമ്പോൾ ആ പാട്ടൊന്ന് പാടാനുള്ള സൗകര്യം പാടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനൊരു ഗതികേടാണ് ഒരു ഗായകൻ്റെ. എന്തൊരു കഷ്ടമാണ്. അയാൾക്ക് അവാർഡ് കിട്ടിയിട്ട് അയാളുടെ പാട്ട് ഏത് പാട്ടാണെന്ന് സ്റ്റൈലിൽ പാടാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഇത് എവിടെ തന്നെ അവസാനിക്കാമെന്നറിയില്ല. തീർച്ചയായും അതാണ് ഷോകൾ മുടക്കുന്നത്. എന്തായാലും 7-ാം തീയതി നമ്മൾ അടിച്ച് പൊളിക്കും. താങ്ക് യു. ഓക്കെ, അവസാനം വേണ്ടേ? പിന്നെ അത് ഗംഭീരല്ലേ? അതാണ്